ലെറ്റ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്തുണ്ട് ഗൈസ്, ഇന്നെന്റെ മോളുണ്ട്. എന്തറിയാ, അതിന്റെ മോളെയും കൂട്ടി ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കേ. മോള് എപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഓളെ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അതാണ് ഓളെ കൂട്ടത്തെ. ഇന്ന് ഞാൻ നോക്കുമ്പോണ്ട് കണ്ണെല്ലാം തുറന്നിട്ടിരിക്കാം. ഞാൻ വിചാരിച്ച് മോളെ കൂട്ടാം. അങ്ങനെ കൂട്ടി. അപ്പൊ ഇന്നെന്താ ഡിസയർ. നിങ്ങളുടെ ഡിസയർ എന്താണോ? നമ്മൾ ചെറുത് മുതല് നമുക്ക് ഓരോരോ ഡിസയർ ഉണ്ടാവും. ആഗ്രഹങ്ങളില്ലേ? ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ? ഞാൻ വലിയ വലിയ ആഗ്രഹങ്ങള് സ്വപ്നം കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങള്, അതിനുവേണ്ടി പ്രയത്നിക്ക, അത് ആഗ്രഹങ്ങൾ നേടിയെടുക്ക, ഇതൊക്കെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ, ഞാന് ഒരു ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ബികോമിന് പോയിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. എന്താ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത? ഇതല്ലേ ടൈം ഇരിക്കുന്നത്. അപ്പൊ അവളെ എന്നെ ഡെലിവറി ചെയ്യുന്ന ടൈം ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം ആണ്. പിന്നെ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ വീട്ടിലും വന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പൊ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചല്ല പിന്നീട് സംസാരിക്കാം. അപ്പൊ നമ്മൾ ഡിസയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനില്ലേ, പിന്നെ നമ്മളിപ്പോ ഡിസയറിനെ കുറിച്ച് സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ട് എന്റെ ആഗ്രഹങ്ങള്, എന്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എന്റെ ആഗ്രഹങ്ങൾ, അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആഗ്രഹങ്ങളെ ഒരിക്കലും കൈവിടുന്നില്ല, ഇൻഷാല്ലാ റെഡി ആവും. അപ്പൊ ഞാൻ ഒരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് പഠിക്കുമ്പോ ഞാനൊരു ബാക്ക്വേർഡ് സ്റ്റുഡന്റ് ആണ്. അങ്ങ് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, മലയാളം എഴുതാൻ അറിയില്ല, ഹിന്ദി വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. കാരണമുണ്ട്, ലേണിംഗ് ഡിസേബിലിറ്റി ആണ്. അപ്പോ ഞാൻ ഐക്യും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ ഐക്യം ഒക്കെ ഓക്കെയാണ്. ലേണിംഗ് ഡിസേബിലിറ്റി ചില സബ്ജക്റ്റിന് ഉണ്ടായിരുന്നു എന്നും എനിക്ക് ഇപ്പത്ര മനസ്സിലായത്. അപ്പോ ലേണിംഗ് ഡിസേബിലിറ്റി കാരണം ഞാൻ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. സ്വാഭാവികമായിട്ട് 8th സ്റ്റാൻഡേർഡ് ആ ടൈമില്, ഒരു 12 വർഷങ്ങൾക്ക് മുമ്പിലെ കഥയാണ് ഞാൻ പറയുന്നേ. അപ്പൊ ആ ടൈമില്, ആ ഇയറില് ബാക്ക്വേർഡ് സ്റ്റുഡൻസിനെ ഫെയിൽ ആക്കണം എന്നുള്ള റൂൾ ഉണ്ടായിന്. അപ്പൊ നമ്മളെ ബാച്ച് കഴിഞ്ഞ പാടത് എന്താക്കി മാറ്റി. അപ്പോ അങ്ങനെ ഫെയിലായി. കരഞ്ഞ് എന്ത് വർത്തും കാര്യമില്ല. ഫെയിലായത് തന്നെ. പിന്നെ എല്ലാരും ഇൻസൾട്ടിങ് ആയി. മാഷന്മാരും ടീച്ചർമാരും ഇൻസൾട്ടിങ്. മാത്രല്ല, നമ്മളെ സീനിയേഴ്സ് ആയിട്ട് കണ്ട സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യല്ലേ. ഞാൻ പിന്നെയും ബാക്ക് ബെഞ്ചിൽ ബാക്ക്വേർഡ് സ്റ്റുഡന്റ് ആയിട്ടുണ്ട്. എനിക്കെന്നെ എന്താ പറയണ്ടേ, എന്റെ ഒരു പ്രോഗ്രസ് കാർഡില് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മ വന്നു. പ്രദീപ് സാർ ആണ് എന്റെ ക്ലാസ് മാഷ്. അപ്പോ ഞാൻ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8th to +2 വരെ പഠിച്ച എക്സ് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, സാറ് പറഞ്ഞു ഇവളിങ്ങനെ പോയെങ്കിൽ കൊല്ലം നോക്കും. മനസ്സിൽ ലഡ്ഡു പൊട്ടി ഗൈസ്, മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഉമ്മാക്കും ബേജാറായി, ഇവളെന്താ ചെയ്യണ്ട്. ഉമ്മ വിചാരിച്ചു ഇനിയിപ്പോ 10th ക്ലാസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ലായിരിക്കും, ഇവിടെ പഠിക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ വിട്ടെടുക്കോ? ഇതെല്ലാം കേട്ട് ആകെ ഡെസ്പായി 8th ക്ലാസ്സിന്. പക്ഷെ മാത്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കലൊന്നുമില്ല. അങ്ങനെ എന്താക്കി, ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. അപ്പൊ എന്തിനാ ഈ എന്റെ പാസ്റ്റ് എന്ന് വെച്ചാൽ 5 ലൈഫ് വിത്ത് ഐസ എന്നല്ല എന്റെ ഈ ഒരു ടേമിന്റെ ഒരു പേര്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് പാസ്റ്റ്
കാര്യങ്ങൾ കൂടുണ്ട്. എന്റെ ഡിസയർ, എന്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയറിലേക്ക് വരാനുള്ള ഒരു ചുവടുപടി പോലും ആ എയ്ത്ത് ഞാൻ ഫെയിലായതാണ്. ആ എയ്ത്ത് ഫെയിലായ ഞാന് ഒരു രീതിയിലും പിന്നീട് വിട്ടുവീഴ്ചകൾ ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ നിങ്ങൾ ആലോചിക്കണം, ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് എയ്ത്ത് ഫെയിലായെങ്കിൽ എത്ര ബാക്ക്വേർഡ് ആയിരിക്കും ഞാൻ. അത്രയും ബാക്ക്വേർഡാണ്. അപ്പം അങ്ങനെ 9th സ്റ്റാൻഡേർഡിലേക്ക് ഒരു സ്റ്റേജായി. 9th പാസ്സായി. ഇപ്പൊ 8th ഞങ്ങക്ക് ക്രിസ്മസ് പരീക്ഷക്ക് അന്നേരം 50 മാർക്ക്. ഒക്കെ ആദ്യമായിട്ടില്ലേ 28 മാർക്ക് കിട്ടി. ലഡു പൊട്ടന് ലോട്ടറി അടിച്ച്. സംഭവം എനിക്ക് മാത്സ് ഇഷ്ടമാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇഷ്ടമല്ല. മലയാളം കേന്ന് ഇതുണ്ട് കോന്നതും കീറുന്നതും. അങ്ങനെ പരിഹസിച്ചവരുടെ മുമ്പിലും ചില ബാക്ക്വേർഡ് സ്റ്റുഡൻ്റാന്ന് പഠിക്കൂലെന്ന് പറഞ്ഞ ആൾക്കാരെ അടുത്ത് ഒന്ന് പഠിച്ച് കാണിക്കണമെന്നും അതെന്റെ ഉള്ളിൽ ആളി കത്താൻ തുടങ്ങി. 9th ട്യൂഷൻ ചേർന്നു. ട്യൂഷന് പോയിട്ടാകുമ്പോ എന്തൊക്കെ തിരിയുന്നുണ്ടോ? തിരിയുന്നില്ല മനസ്സിലാകുന്നു. മലയാളം മീഡിയം പഠിച്ചത്, മലയാളത്തിലെ ട്യൂഷന്റെ ക്ലാസ് കോളേജ് ആയിട്ട്. ഇപ്പോഴും ആ കോളേജ് ട്യൂഷൻ സെന്റർ ഇപ്പോഴും ഉണ്ട്. എന്റെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് എന്റെ അടുത്താണ്. അപ്പൊ 9th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ട് ഫുൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഷന്മാർ. എന്നുവെച്ചാൽ ഞാനൊരു ബാക്ക്വേർഡ് സ്റ്റുഡന്റ് ആവുമ്പം ഞാൻ നോർമൽ സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കര ടാസ്ക്, എടുത്തെറിയലും ചീത്ത പറയലും തല്ലലും എല്ലാം ഉണ്ടായി. എന്തിന് ഒരു A4 ഷീറ്റിന്റെ ഒരു ഭാഗം പഠിക്കണമെങ്കിൽ എനിക്ക് 4 മണിക്കൂർ വേണം. ഞാൻ ആദ്യമായിട്ട് ഇരുന്ന് പഠിച്ചൊരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിന്റെ മാഷിന്റെ പേര് എന്റെ ഓർമ്മ ശരിയാന്ന് വിനയൻ എന്നാണ്. വിനയൻ മാഷിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കെമിസ്ട്രി. ആ സമയത്ത് കോളേജിലെടുത്ത്. ഇപ്പൊ സാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല സാഹചര്യങ്ങള്. അപ്പൊ കെമിസ്ട്രിന്റെ ഒരു പേപ്പർ പഠിക്കാൻ 4 മണിക്കൂർ, 2 പേപ്പർ പഠിക്കുമ്പോൾ 8 മണിക്കൂർ. ഒന്നുമില്ല, A4 ഷീറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. A4 ഷീറ്റിന്റെ ഒരു ഭാഗം, അതായത് അറിയാലോ, അത്രയും ടൈം എടുത്തിട്ട് ഞാൻ പഠിച്ചത്. അപ്പൊ ഓരോരോ വാക്കും ഓരോരോ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോന്നോറും എന്റെ മനസ്സിൽ കത്തുന്ന തീനാളം, എയ്ത്ത് ഫെയിലായ തീനാളം എന്റെ മനസ്സിലുണ്ടായിരുന്നു. സ്ട്രോങ്ങസ്റ്റ് ഡിസയർ, നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ വരുന്നതായിരിക്കും. എന്തായിരിക്കും എന്റെ അടുത്ത കാര്യങ്ങള്? ബൈ ബൈ.